ഹലോ, ദിസ് ഈസ് ഡോക്ടർ ഗോപകുമാർ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് ഞാൻ പറയുന്ന വിഷയം എക്സാം ഫോബിയയെ കുറിച്ചാണ്. അതെ, എക്സാം ഫോബിയ എന്ന് പറയുമ്പോൾ ഭയപ്പാട്. നമുക്ക് എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പേ കിട്ടുന്നൊരു ഭയപ്പാട്. അത് സ്കൂളിലാവട്ടെ, കോളേജിലാവട്ടെ, എൻട്രൻസ് കോച്ചിങ്ങിലാവട്ടെ, നീറ്റ് ആവട്ടെ, JEE ആവട്ടെ, കോമ്പറ്റേറ്റീവ് എക്സാം ആവട്ടെ, എല്ലായിടത്തും ഈ ഫോബിയ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ചിലർക്ക് വലിയ കുഴപ്പമില്ല, എന്നാൽ ചിലർക്ക് അതിശക്തമായ ഫോബിയ നിലനിൽക്കും, ഭയപ്പാട്. അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് നമുക്ക് ഇതെല്ലാം ഒരു പ്രീ ഡിറ്റർമിനേഷനിൽ കൂടി വരുന്നതാണ്. എന്താണ്? അയ്യോ, നമ്മളിപ്പോൾ ഈ എക്സാം നമുക്ക് തോറ്റുപോയാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒത്തിരി പൈസ നമ്മൾ മുടക്കിയിട്ടുണ്ടല്ലോ, അപ്പം നമുക്ക് ഈ വരുന്ന ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറിയാവുന്നതായിരിക്കും എന്നൊക്കെയുള്ള പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ആൻസൈറ്റിയാണ് നമുക്കിതിനൊക്കെ ഒരു ഫോബിക് സിറ്റുവേഷനിലോട്ട് പോയി ചേരുന്നു എന്നുള്ളതാണ്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ പാരന്റിന് കൊടുക്കുന്ന ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, പാരന്റ് ഒരിക്കലും ഇതിനെക്കുറിച്ച്, അതായത് ഈ ഒരു കുട്ടിയെ നമ്മളിപ്പോൾ എൻട്രൻസ് കോച്ചിങ്ങിൽ വിട്ടാലോ, അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് വിട്ടാലോ, അല്ലെങ്കിൽ സ്കൂളിൽ വിട്ടാലോ, എക്സാമിനോട് അടുക്കുമ്പോഴോ അല്ലാത്തപ്പോഴോ ഞാൻ പൈസയുടെ കാര്യങ്ങൾ അവിടെ പറയാതിരിക്കുക. ഞാൻ നിന്റെ പൈസ എത്ര മുടക്കിയാണ് ഞാൻ പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് നീ തീർച്ചയായിട്ടും നീ ഇതിൽ ജയിച്ചു വരണം. അത് ചിലപ്പോഴൊക്കെ ഒരു എമോഷണൽ ഡിസ്റ്റർബൻസിന് കാരണമാകാം. അവർക്ക് ആ ഒരു പ്രതീക്ഷ അവിടെ നഷ്ടപ്പെട്ടാം. കുട്ടികൾക്ക് ആ പ്രതീക്ഷ അവിടെ നഷ്ടപ്പെടും. അയ്യോ, എൻ്റെ ഫാദർ അല്ലെങ്കിൽ മദർ പൈസ ചെലവാക്കുന്നു, അതുകൊണ്ട് എനിക്ക് ജയിച്ചേ പറ്റൂ. ഇതെല്ലാം ഒരു ഫോബിക് സിറ്റുവേഷനിലോട്ട് നമ്മുടെ സ്ട്രെസ് ഹോർമോണെ കൂട്ടാൻ അതിശക്തമായി അത് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല ഹോർമോൺ കിട്ടില്ല, നമുക്ക് സെറോട്ടോണിൻ പോലത്തെ നല്ല ഹോർമോൺ വരില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് എക്സാമിന് പോയിരിക്കുമ്പോൾ ഇതെല്ലാം ഭയപ്പാടായിട്ട് നമുക്ക് വരാം. അപ്പോൾ അവിടെ എന്തെന്ന് വെച്ചാൽ ഒരു പ്രീ ഡിറ്റർമിനേഷൻ ഇവിടെ വേണ്ട. ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ചെയ്യുന്ന ഡ്യൂട്ടി അല്ലെങ്കിൽ ചെയ്യുന്ന പഠിത്തം അല്ലെങ്കിൽ നമ്മൾ എന്താണോ നോളജ് കരസ്ഥമാക്കാൻ പോകുന്ന അതിൽ വളരെ ശ്രദ്ധിച്ചിരിക്കുക. അതിലൊരു താല്പര്യം വരുത്തുക, കോൺസെൻട്രേഷൻ കൂട്ടിപ്പിടിക്കുക, കോൺസെൻട്രേഷൻ വിട്ടുപോയാലും മനസ്സിനെ തിരിച്ചു കൊണ്ടുവരിക. ഇങ്ങനെയുള്ള പല ടെക്നിക്സും നമ്മൾ പ്രയോഗിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത്രയും ചെയ്താൽ മതി. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ട് പറയുമ്പോൾ, നമുക്കൊരു കഥ വായിക്കുന്നു, ഒരിക്കൽ വായിക്കുന്നു, സിനിമ കാണുന്നു, ഒരിക്കൽ കാണുന്നു, അല്ലേ? എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുന്നു. എന്നാൽ തിരിച്ചായാലോ, ഈ കഥ ബുക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ കഥയ്ക്ക് മുമ്പ് നമ്മൾ ഇങ്ങനെ പറഞ്ഞാലോ, ഞാൻ അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെങ്കിൽ സിനിമയിലുള്ള കാര്യങ്ങൾ ഞാൻ ചോദിക്കും പറയും, നമുക്ക് ചിലപ്പോൾ എല്ലാം നമുക്ക് ശ്രദ്ധിച്ച് നമുക്ക് അതേപോലെ ഒരു റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. കാരണം തന്നെ പ്രീ ഡിറ്റർമിൻഡ് ആണ്, ഞാൻ ആൻസറബിൾ ആണ് എന്ന് പറയുന്നത് ഒരു പ്രീ ഡിറ്റർമിനേഷൻ അവിടെ വരും. അങ്ങനെയാണെങ്കിൽ വരക്കണം. ഇനി അതിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സൈക്കോളജിക്കലി നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവിടെ തെറാപ്പീസും അവിടെ മറ്റു രീതിയിലുള്ള മെത്തേഡ്സുകളും ടിപ്സുകളും ഉണ്ട്. അത് നമുക്ക് ഇതിൻ്റെ ഒരു ട്രെയിനിങ് ഒക്കെ എടുത്ത ഒരു സൈക്കോളജിസ്റ്റുമായി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാം. അങ്ങനെ തീർച്ചയായിട്ടും ആ ഒരു എക്സാമിനോട് ഉള്ള ഒരു ഫോബിക് സിറ്റുവേഷൻ തീർച്ചയായിട്ടും അവിടെ മാറ്റി കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആഗ്രഹത്തിന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ടാർജറ്റഡ് ആയിരിക്കണം. ആ ടാർജറ്റിന് മുമ്പേ അവിടെ ഭയം വേണ്ട, വളരെ ഫ്രീ ആയി നടക്കുക, ഫ്രീ ആയി ചെയ്യുക. അങ്ങനെ പോകുമ്പോഴത്തേക്കും നമുക്ക് കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ കയ്യിൽ വരും. അതായത് കൂറി വെച്ച ഏര വീഴണം. குறி வச்சா யார விழணும்.